ഹലോ ഗായ്സ്, ഞാനാണ് MC. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയ കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഡയമണ്ട് ആർമറല്ല എടുക്കാൻ പോകുന്നത്. അതെ എന്തുകൊണ്ടാണ് ഞാൻ ആ ഗോൾ മാറ്റിയത് എല്ലാം വിശദമാക്കി തരാം. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഇവിടെ നമ്മുടെ വില്ലേജറിനെ ആഡ് ചെയ്യാൻ പോവില്ലേ. അപ്പം അതിനായിട്ട് ഞാൻ എല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. അതായത് നമുക്ക് വേണ്ടി വരും ഷുഗർ കീ. അതിനായിട്ടൊരു ഷുഗർ കീ ഫാം നമ്മൾ ഇതുവരെയായിട്ടില്ല, തൊട്ടാക്കിയിട്ടില്ല. അപ്പം ഭാവിയിൽ നമ്മൾ വല്ല ഷുഗർ കീ തപ്പാൻ പോകുമ്പം ഇതേപോലെ ഇരിക്കുന്നത് എടുക്കേണ്ടി വരും. അപ്പം ഇപ്പം തന്നെ നമുക്കൊരു ഷുഗർ കീ ഫാം ഉണ്ടാക്കാം. അതാകുമ്പോൾ ഭാവിയിൽ നമുക്കൊരു വലിയൊരു ഷുഗർ കീ ഫാം പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഷുഗർ കീ എല്ലാം എടുത്തിട്ട് ഒരു ഷുഗർ കീ ഫാം ഉണ്ടാക്കാം. അപ്പം ആ ഷുഗർ കീ ഫാമിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓവറായിട്ട് വലുതാക്കുന്നൊന്നുമില്ല, ചെറുതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വല്ലതും നമുക്കൊരു വലിയ ഫാക്ടറി പോലെ അത് ഉണ്ടാക്കാം. ഫസ്റ്റ് ഇവിടെയുള്ള എല്ലാ ഷുഗർ കീ ഞാൻ എടുത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ അകത്ത് പോയി ആവശ്യമുള്ള ലൂട്ടൊക്കെ ഉണ്ടാകുന്നോ നോക്കണം. ചെസ്റ്റ് തുറന്ന് മറ്റേ ഇത് പറയുന്ന ഒബ്സർവർ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാകും നോക്കട്ടെ. അതിന് നെതറിൽ പോയി നമ്മളൊരു സംഭവം തപ്പിക്കൊണ്ട് വരണം. അതെൻ്റെ ചെസ്റ്റ് ചിലപ്പോഴേ കാണും. ഞാൻ ഈ ആഴ്ച പോലെ തന്നെ ഇല്ല. ഇതത് നോക്കട്ടെ, ഇതിലും ഇല്ല. അവിടെ ഇല്ലട, ഇതിനകത്ത് അയണുണ്ട്, തികയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയണില്ലല്ലോ. പിന്നെ കുറച്ച് ലൂട്ടൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതുമായി 7 തികയുമോ? 5 വേണം. ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞു, ഏതാ വിഷയം. വേറെ അയൺ വല്ല എൻ്റെ കൈ കിടപ്പുണ്ടോടെ? അയണില്ല. ഈ സ്റ്റിക്ക് രണ്ടും കൂടെ ഒരുമിപ്പിച്ചിട്ട് ഒരു വാട്ടർ ബക്കറ്റ് എടുത്തേക്കാം. ഈ അയൻ്റെയും എനിക്ക് പഠിച്ചാത്ത കാര്യം ഇതൊക്കെ ഇതിലാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, ഞാൻ രാത്രിയെ ശ്രദ്ധിച്ചില്ല. അടിക്കല്ലേ അയ്യോ, മാറാ വീട് അത് തുറക്കടാ. ജസ്റ്റിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് യുവന്മാർ കത്തിക്കോളൂ. രാത്രി ആയതുപോലും ഞാൻ കണ്ടില്ല. ഓക്കെ, എൻ്റെ ഗെയിം രാവിലെ ആവുന്നുണ്ട്. എന്താടാ കത്തടാ. അപ്പം പറഞ്ഞു വന്നത് ഈ സ്ഥലം ഒന്ന് റിപ്പയർ ആക്കണം. ഓക്കെ, അത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒബ്സർവർ കുറച്ച് ഐറ്റംസ് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്കത് ഇവിടെ എല്ലാം ഉണ്ടാക്കി വെക്കണം. ഇവിടെ അപ്പം ഇവിടെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അത് ചെറിയൊരു സംഭവമാണ്. അതിൻ്റെ റെസിപ്പി സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ സിമ്പിളാണ്. അതിൽ വേറെ കുറച്ച് ഐറ്റംസ് ഇത്തിരി ഹാർഡാണ്. ചിലപ്പോൾ നെതറിൽ പോണ്ടി വരും. ഒബ്സർവർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കട്ടെ. ഒബ്സർവർ അല്ലേ അതിൻ്റെ വരിക, നോക്കട്ടെ. ഇത് തന്നെ ഒബ്സർവർ. അതെ അല്ലേ, ഇതിന് നമുക്ക് 2 റെഡ് സ്റ്റോൺ മതി. അപ്പോൾ ഇത് 5 വേണം. എന്നിട്ട് പിസ്റ്റൺ വേണം. പിസ്റ്റന് വുഡും അയൺ. ഓക്കെ, അയൺ തപ്പണമെങ്കിൽ എൻ്റെ റെഡ് സ്റ്റോൺ കാണുമെന്നാണ് പ്രതീക്ഷ. റെഡ് സ്റ്റോണിലെ തേഞ്ഞ് ഉണ്ട്, 31 ഉണ്ട്, മതി. നമുക്ക് 5 ഒബ്സർവറാണ് വേണ്ടത്. 5 ക്രാഫ്റ്റ് ആയാൽ മതി. 2 നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം ഗൈസ്. ഇതിനകത്തില്ല സ്റ്റോൺ, മൈൻഡ് ചെയ്യണം. അതേ കിടപ്പുണ്ട്. 5 ഒബ്സർവർ വേണം. 5 ഒബ്സർവർ റെഡി. ഒബ്സർവർ നമുക്കവിടെ ഇതിൽ വലുതാക്കാൻ കഴിയും. ബട്ട് 5 മതി. 5, 6, 7 വേണ്ട, 5 മതി. നമ്മൾ ഒരുപാട് വലുതാക്കുന്നില്ല. പിന്നെ നമുക്ക് ഒരു മെഗാ ഫാക്ടറിനെ ഉണ്ടാക്കാം. എൻ്റെ ഒരു വലിയൊരു വലിയൊരു ഷുഗർ കീ ഫാമിൻ്റെ ഒരു വീട് കിടപ്പുണ്ട്, അതുണ്ടാക്കാം നമുക്ക്. ഇനി ഞാൻ പോയി എൻ്റെ ഫാമിൽ നിന്ന് കുറച്ച് അയണും എടുത്ത് ആ ബാക്കി റെസിപ്പിയും കൂടെ ഉണ്ടാക്കിയിട്ട് നൈസായിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളെൻ്റെ XP ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഈ വേൾഡിൽ കുറച്ച് ദിവസമായിട്ട് ചത്തിട്ടില്ല. ഈ XP ഇനിയും കൂട്ടണം.
അപ്പം നമ്മുടെ ആർമറിനൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും. എന്താ പറയുക, ആ ടേബിൾ വഴി. അതിനായിട്ട് പറഞ്ഞ ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമല്ലേ? ഡയമണ്ട് പിക്കാൻസ് ആയി, പോയി ക്രാഫ്റ്റ് ചെയ്യാം. അവിടെ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നില്ല, അത് ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഡയമണ്ട് ആർമറായിട്ട് എന്തോ പറയുന്ന എന്തോ എൻചൈൻമെൻറ്റ് ടേബിൾ അങ്ങനെ കണ്ടോ പറയുന്ന. സ്റ്റോണില്ല, സ്റ്റോണാണ് മിക്കപ്പോഴും തീരുന്ന വരുന്നത്. നൈസ്. ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റക്ക് സ്റ്റോൺ അത് കൊടുത്ത് ഇനി നമുക്ക് 5 ഹോപ്പറും കൂടെ വേണം. അപ്പം അതിനായിട്ട് 5 ചെസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ സീഡ് എടുത്ത് കളഞ്ഞിട്ട് 1 2 3 4 5 ഇനി 5 ഹോപ്പറും കൂടെ ഉണ്ടാക്കണം. 5 ഹോപ്പർ റെഡിയായി. ഇനി നമുക്ക് ഇന്നുണ്ടാക്കണം. ഇനി നമുക്കൊന്നും വേണ്ട. ഒരു ഇത് വരുന്ന ഗ്ലാസ് നമ്മുടെ ഈ ഡേറ്റ് ബ്ലോക്ക് മഡാക്കണം. ഗ്ലാസ് ഉണ്ട്. അപ്പം ആ ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അത് മറ്റേ കുപ്പി ഗ്ലാസ് ആക്കാം. അത് ഇതിൻ്റെ അകത്തല്ലേ ആക്കുന്നത്, അതിൽ അത് കുപ്പി ഗ്ലാസ്സും ആക്കി. ഇനി നമുക്ക് ആ ഗ്ലാസ് തിരിച്ചങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കേണ്ട സ്ഥലത്തൊന്ന് പോകണം. വാട്ടർ ബക്കറ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയി. നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. എൻ്റെ കയ്യിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടേ ഏതോ ചെസ്റ്റിനകത്തുണ്ടായിരുന്നു. ആ കയ്യിലുണ്ടായിരുന്നടാ, ഞാൻ അത് കണ്ടില്ല. പൊട്ടൻ ഇത് പിക്കാസ് വെച്ച് കൊണ്ടുത്തോളാം. ഓക്കെ, കിടന്നുറങ്ങാം. ഓക്കെ, ഇവിടെ തന്നെ നമ്മുടെ ആ ഫാം അങ്ങോട്ടോട്ടുണ്ടാക്കാം. ഒരു കാര്യം അറിയാം ഗൈസ്, ഇവിടെ ഈ ഫാം വർക്കായിരുന്നെങ്കിൽ എനിക്കിത് ഇപ്പോൾ ഏകദേശം കുറേശ്ശെ കയ്യിൽ ഇപ്പം തന്നെ കിട്ടിയേനെ. ഇവിടെ ഫാം വർക്കാകത്തോണ്ടാണ് നമ്മൾ ഒരുപാട് ദൂരെ കൊണ്ട് വെച്ചത്. എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഞാൻ ആദ്യം ഇവിടെ ഒരു ഫാം ഉണ്ടാക്കി, പിന്നെ രണ്ടാമതുണ്ടാക്കി, പിന്നെ മൂന്നാമതൊരു ഫാം. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയ് പരിപാടിയിലോട്ട് ഇടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ഡേറ്റ് ബ്ലോക്ക് വെക്കണം 5 വട്ടം. എന്നിട്ട് പോയി വെള്ളം എടുത്തോണ്ട് വരണം. വെള്ളം എടുത്തോണ്ട് വരണ്ട, വെള്ളത്തിൽ ഇതായിട്ടായാലും മതി. ഇത് ഗ്രാസ് ആകുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ അത് ഗ്രാസായി. എന്തിനാ മഡാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് വീഴുമ്പോൾ ഇല്ലാത്തിരിക്കാനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ സ്പീഡിൽ വളരാനായിരിക്കും. വീണ്ടും ഗ്രാസ് സ്പ്രെഡായി സൂപ്പർ ഫാസ്റ്റ്. ഓക്കെ, അതുമായി. ഇനി നമ്മുടെ അടുത്ത ഗോളാണ് വെള്ളം ഒഴിക്കൽ. അപ്പം അത് ഇങ്ങനെ വെള്ളം എടുക്കണം. ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കണം. നിങ്ങൾ ഏത് ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അത് ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് അത് ഇവിടെയും വെക്കണം, ഇവിടെയും വെക്കണം, ഇവിടെയും വെക്കണം. ഇങ്ങനെ വെച്ച് ഞാൻ കറക്റ്റ് വെക്കുന്ന പോലെ വെക്കണം. അപ്പം ഇങ്ങനെ ആവും. അപ്പം ഇവിടെ ഒന്ന് വെള്ളം ഒഴിക്കണം. അയ്യോ, കറക്റ്റ് ഇവിടെ. എന്നിട്ട് ഒരു കപ്പ് വാട്ടർ ബക്കറ്റ് വെള്ളവും എടുത്ത് അത് ഇൻഫിനിറ്റി വാട്ടറാക്കി അവിടെ ഫുൾ ആ വാട്ടർ ഫില്ല് ചെയ്യണം. ഈ വാട്ടർ ഇവിടെ വെക്കണം, ഇൻഫിനിറ്റി വാട്ടർ ആവും, അത് ഇവിടെ വെക്കണം കേട്ടാ. ഇത് കറക്റ്റ് തിരയായി. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടക്ക് ബ്ലോക്ക് അടക്കി ഇങ്ങനെ കവർ ചെയ്യാം. ഇങ്ങനെ ഓക്കെ, അതുമായി.
പിന്നെ ഇത് ഇങ്ങനെ വെക്കുക, കാണാൻ ഇത്തിരി നല്ല ഡിസൈൻ ആയിക്കോളൂ. ഓക്കെ, ഞാൻ പറയുന്നത് ഇത് നമുക്ക് കരയിൽ കംപ്ലീറ്റ് ആക്കണം. അപ്പം ഇനി ഇതിൻ്റെ മണ്ടക്ക് ഇവിടെ ഒരു പിസ്റ്റൽ ഇങ്ങനെ വെക്കണം. ഫസ്റ്റ് ഈ മെഡിനെ നേരെ അയക്കണം. ഇവിടെ വെക്കല്, ഇവിടെ വെക്കല്, ഇവിടെ വെക്കല്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഷുഗർ കീം വലുതായി ഈ സംഭവം പൊട്ടിച്ച് ഈ ഹോപ്പറിലോട്ട് ഇടുക. അപ്പോൾ താഴെ കുറച്ച് പരിപാടിയുണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഫസ്റ്റ് ഈ പരിപാടി എടുക്കാം. ഇനി ഇതിൻ്റെ മണ്ടക്ക് നമ്മുടെ ഒബ്സർവർ വെക്കണം. ഒബ്സർവർ എങ്ങനെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, എനിക്ക് തോന്നുന്നു ബാക്കിൽ ഇങ്ങനെ ബ്ലോക്ക് വെക്കണം. നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ ബ്ലോക്ക് വെക്കണം, എന്നാലേ ഇത് ഒബ്സർവർ വർക്കാവും. അങ്ങനെ കൊണ്ട് ഒബ്സർവറിന് കുറച്ച് ഫങ്ഷൻസ് കാര്യങ്ങളുണ്ട് ഗൈസ്. ഒബ്സർവറിന് അതിനായിട്ട് രീതി നിങ്ങൾ വെക്കണം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒബ്സർവർ ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ഇത് തന്നെ ഈ സംഭവം കണ്ട, ഈ ആരോ ഇങ്ങോട്ട് വരണം. അതായത് ഈ ആരുടെ അടുത്ത് ഇവിടെയാണ് റെസ്റ്റോൺ പവർ വർക്കാവുന്നത്. അപ്പോൾ ഇത് വെക്കണം. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇതെങ്ങനെ വർക്കാവുന്നതെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് ഇതേപോലെ സെറ്റാക്കണം. നിങ്ങളുടെ കയ്യിലുള്ള റെസ്റ്റോൺ എടുക്കണം, അത് ഇങ്ങനെ കണക്ട് ചെയ്യണം. കാര്യം കഴിഞ്ഞ്. ഇനി നിങ്ങളുടെ ഗ്ലാസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് വെക്കണം ഫ്രണ്ട് ഭാഗത്ത്. അറിയാൻ കഴിയും ലൈക്ക് ഇവിടെ ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സംഭവം വലുതാവും നമുക്കറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇത്രയും വെച്ചാൽ മതി, ഇത്രയും വെച്ചാൽ മതി. അതിൻ്റെ മണ്ടക്കൊന്നും വേണ്ട. ഇങ്ങനെ വെച്ച് അത് സെറ്റായി. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഷുഗർ കിങ് നടണം. ഞാൻ ഷുഗർ കിങ് നടാതെയാണ് ഈ പണി ചെയ്തത്. ഇനി ഇങ്ങനെ അങ്ങോട്ട് ഷുഗർ കിങ് വെച്ച് കൊടുക്കണം. റെഡ് സ്റ്റോൺ നമ്മൾ വെച്ചായിരുന്നോ? ഇനി എന്തിനാണ് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഈ ഒബ്സർവറിൻ്റെ ഉപകാരം എന്താണ്? അപ്പോൾ കുറച്ചൊരു അറിയത്തിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഈ ഷുഗർ കിങ് കണ്ട ഇതിങ്ങനെ വലുതായി ഇവിടെ എത്തുമ്പോൾ ഈ ഒബ്സർവർ അത് കണ്ട് പൊട്ടിക്കും, താഴെ അത് വീഴും. ഇതാണ് പരിപാടി, സിമ്പിൾ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വലുതാവുമ്പം അത് പൊട്ടിച്ച് തറയിട്ടോളും. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്. ഇനി താഴെ മൈൻ ചെയ്യണം. മഡിൻ്റെ താഴെ നമ്മളിങ്ങനെ മൈൻ ചെയ്യണം. കറക്റ്റ് ഈ മഡിന് താഴെ തന്നെ മൈൻ ചെയ്യണം. ഓക്കെ, ഞാൻ മഡിൻ്റെ താഴെ മൈൻ ചെയ്തിട്ടെടുത്തു. ഇനി നിങ്ങൾക്ക് ചെസ്റ്റ് വേണം. ഈ ഒബ്സർവർ കറക്റ്റ് ഇവിടെ നോക്കിയില്ല. ഫസ്റ്റ് ഈ 2 ചെസ്റ്റ് ഇവിടെ വെക്കണം. ഇവിടെ വെക്കണം. എന്നിട്ട് ഒരു ഹോപ്പർ എടുക്കണം. അത് ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ക്രൗച്ച് ചെയ്ത് ഇതിനെ നോക്കി 2 ഹോപ്പർ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ കാണുന്ന ഡെഡ് ബ്ലോക്ക് പൊട്ടിക്കണം. അതിന് കയ്യിലുള്ള വേറെ ഡെഡ് ബ്ലോക്ക് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തേക്കണം. ഓക്കെ, അതുമായി. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി ഇവിടെ 2 ബ്ലോക്ക് ഇങ്ങനെ മൈൻ ചെയ്യണം. വീണ്ടും ഹോപ്പർ എടുത്ത് ഇങ്ങനെ ഓടിക്കണം. കറക്റ്റ് നോക്കി ഓടിക്കണം, ഇവിടം വരെ. എക്സ്ട്രാ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ജോലി അങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനി വേണേൽ നിങ്ങൾക്കിത് കവർ ചെയ്യാം. ഒബ്സർവർ നമ്മൾ എന്ത് വന്നാലും പൊട്ടിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ മെയിൻ ജോലി ചെയ്തത്. അവരില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യും, കളക്റ്റ് ആവില്ല. അത് അവിടെ നിന്ന് ഡീസ്ബോർഡായി പോകും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി മണ്ടക്ക് കൂടെ കവർ ചെയ്യണം. അതും കൂടെ ഞാൻ കവർ ചെയ്തേക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ
ഇങ്ങനെ. ഇനി കളക്റ്റ് ആവുന്നുണ്ടാന്ന് നോക്കാൻ വേണ്ടി ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം. ഓക്കെ, അത് വർക്കാവുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അത് നേരെ നമ്മുടെ ചെസ്റ്റ് വീണ് കാണണം, നോക്കാം. ഓക്കെ, അതായി. കഴിഞ്ഞ് ജോലിയെല്ലാം കഴുകിയിട്ടുണ്ട് ഗൈസ്. ഇത്രയുള്ളു. ഈ സോംബി വാടാ. ഓക്കെ, ജോലിയെല്ലാം കഴിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് ഈ ചെസ്റ്റ് തുറക്കുമ്പോൾ ഇവിടെ ഈ ഷുവർക്കി വന്ന് കളക്റ്റ് ആവും. അല്ല പിന്നെ ഇത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഒരു സ്റ്റാക്കും കണ്ടുതരും. ഇത്ര തരത്തുള്ളൂ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം, നിങ്ങൾക്ക് ലൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് സോംബി ഓടിക്കോ. ഈ ഫാം വർക്കിംഗ് ആണ് ഗൈസ്. ജാവ, ബെഡ്റോക്ക് രണ്ടിലും വർക്കാവും. കാര്യം രണ്ടിലും ഒരേ മെക്കാനിസത്തിലാണ് ഇത് വർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണോട് ഉടക്കി വെക്കൂ. അടുത്ത എപ്പിസോഡായിട്ട് പിന്നെ വരാം. ടാറ്റ, ബൈ, ഗുഡ് ബൈ.